ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാനൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു പുളിങ്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ പിടിച്ച പച്ചമുളകാണ്. വലിയ പച്ചമുളകാണെങ്കിൽ ഒരു 2-3 മതിയാകും. ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു 6-7 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുക്കാം ഒരിക്കലും. അപ്പോൾ പച്ചമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളി ഇതിലോട്ട് ഒഴിക്കണം. പുളിവെള്ളം ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ ഒരു മസാല ഇടുന്നില്ല. പച്ചമുളക് മാത്രം കൊണ്ടുള്ള ഒരു പുളി രസമാണിത്, പുളിങ്കറി. അത് അടുത്തത് ചെറിയ മൺകല അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് കടുക് ഇട്ടു. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി തളിക്കാനായിട്ട്. ചെറിയ ഉള്ളിയിലേക്ക് ഒരു 3 ഉണങ്ങിയ മുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പം മുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിങ്കറിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതിനകത്തിട്ടു. ഇനി തിളച്ച ശേഷം പുളിങ്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കേട്ടോ, പിന്നെ അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. പച്ചമുളകും പുളിയും കൊണ്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.